കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രസക്തി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അളക്കേണ്ടെന്ന കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി കുടക്കച്ചിറ. കട്ടപ്പനയിൽ കേരള കോൺഗ്രസിന് നൽകിയ 17ാം വാർഡിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മത്സരിച്ച തെറ്റാണ്. കേരള കോൺഗ്രസ് മത്സരിച്ച പല വാർഡുകളിലും കോൺഗ്രസ് റിബലിനെ നിർത്തിയെന്നും ജോയി കുടക്കച്ചിറ പറഞ്ഞു. അല്ല, സിജു ചക്കുമോടിന് ആ വാർഡ് ഞങ്ങളുടെ വാർഡിൽ വന്ന് മത്സരിച്ച് തന്നെ അങ്ങേയറ്റത്തെ തെറ്റ്. കാരണം അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്, UDF ചെയർമാനാണ്, മണ്ഡലം ചെയർമാനാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് സ്വാഭാവികമായും കട്ടപ്പന 17ാം വാർഡ് കേരള കോൺഗ്രസ് 40 വർഷമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. മാത്രമല്ല, സീറ്റ് ചർച്ചയിൽ 17ാം വാർഡിനെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ലായിരുന്നു. ഞങ്ങൾക്ക് അനുവദിച്ച 7 സീറ്റിൽ ഒരു സീറ്റാണ് 17ാം വാർഡ്, ടൗൺ വാർഡ്. അവിടെ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ ചർച്ച നടക്കുമ്പോഴും ഒരു തർക്കമില്ലായിരുന്നുകൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥി മത്സരരംഗത്തേക്ക് വന്നു. അവിടെ 2 ആഴ്ചയോളം പ്രവർത്തനം, 2 റൗണ്ട് പ്രവർത്തനം കഴിഞ്ഞപ്പോഴാണ് സിജു ചക്കുമോട്ട് എന്ന ഒരു വ്യക്തി അവിടെ മത്സരിക്കുകയാണ് എന്നും പറഞ്ഞ് എത്തുന്നത്. അത് എന്താണെന്നുള്ളത് അത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ ഇത് ചർച്ച ചെയ്തതാണ്. പക്ഷെ അത് മത്സരിക്കാൻ ഇറങ്ങിയ വ്യക്തി അതിന് തയ്യാറായില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം അതാണ്. അദ്ദേഹം ഞങ്ങൾ മാറണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന സീറ്റിൽ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങി 2 ആഴ്ച പ്രവർത്തിച്ചപ്പോഴാണ് ഇദ്ദേഹം അവിടേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം മാറാൻ തയ്യാറില്ല. ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. ഞങ്ങളുടെ സീറ്റിലേക്ക് വന്നു. ഞങ്ങളുടെ സീറ്റിൽ പല സീറ്റുകളിലും ഞങ്ങൾക്ക് 7 സീറ്റ് തന്നതിനകത്ത് 4-5 സീറ്റിലും റിബൽ സ്ഥാനാർത്ഥികളുണ്ട്. ഞങ്ങൾ പിടിച്ച ഒപ്പം വോട്ടുകൾ റിബൽ സ്ഥാനാർത്ഥികളും പിടിച്ചു, കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥികളും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പല വാർഡിലും ഞങ്ങൾക്ക് പരാജയപ്പെടേണ്ടതായിട്ട് വന്നു. പക്ഷേ ഞങ്ങൾക്ക് റിബൽ ഇല്ലാതിരുന്ന കൊങ്ങണിപ്പടവ് വാർഡിൽ ഞങ്ങളുടെ സിറ്റിംഗ് മെമ്പർ കൗൺസിലർ അവിടെ 300 വോട്ടിനാണ് വിജയിച്ചത്. അപ്പം ഈ റിബൽ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ വാർഡുകളിലും മത്സരിച്ച വാർഡുകളിലും 100 വോട്ടിന് 150 വോട്ടിന് മേളിൽ ജയിക്കാവുന്ന വാർഡുകളിലാണ് ഈ റിബൽ സ്ഥാനാർത്ഥികൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് സീറ്റ് തന്നതോടൊപ്പം റിബൽ സ്ഥാനാർത്ഥികളോട് ഒപ്പമാണ് ഞങ്ങൾക്ക് തന്നത്. 17ാം വാർഡിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പറയാം, സിജു അവിടെ മത്സരിക്കാൻ ഇരുന്ന വാർഡല്ല. അവസാനം അദ്ദേഹത്തിന് സീറ്റ് ഇല്ലാതെ വന്നപ്പോൾ 6ാം വാർഡിൽ ചെന്നു. അവിടെ അദ്ദേഹത്തെ കയറ്റിയില്ല. കല്ലുവന്ന് മത്സരിക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ അവിടുത്തെ വാർഡ് പ്രസിഡന്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ പറ്റിയില്ല എന്ന് പറഞ്ഞു. അവസാനം വേറെ മാർഗമില്ലാതെ വന്നപ്പോഴാണ് ഞങ്ങളുടെ കരകക്ഷിയുടെ സീറ്റിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ വന്നത്. എന്നിട്ട് അദ്ദേഹം കേരള കോൺഗ്രസിനെ പുലഭ്യം പറഞ്ഞു നടക്കുന്നതിൽ ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ മത്സരത്തിൽ നിന്ന് പാറ്റേൺ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കേരള കോൺഗ്രസിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് കട്ടപ്പന മണ്ഡല പ്രസിഡന്റ് അല്ലല്ലോ അഭിപ്രായം പറയേണ്ടത്. അതിന് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഉണ്ട്. കേരള കോൺഗ്രസിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് കേവലം ഒരു മണ്ഡലം പ്രസിഡന്റ് അഭിപ്രായം പറയുന്നതിന് അതിന് ഒരു മറുപടി പറയേണ്ട പോലും കാര്യമില്ല. കേരള കോൺഗ്രസ് പ്രസക്തി ഉള്ളതുകൊണ്ടാണല്ലോ പല സ്ഥലങ്ങളിലും കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ പ്രധാനപ്പെട്ട എല്ലാ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ മത്സരിച്ച 5 എണ്ണം മത്സരിച്ച് 4 എണ്ണവും വിജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വിജയിച്ചു. ഈ കട്ടപ്പന ഒഴിച്ച് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് മത്സരിച്ച ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി ആയിട്ട് മത്സരിച്ച് എല്ലായിടത്തും വിജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ടൗൺ വാർഡ് അവിടെ വിജയിച്ച സീറ്റാണ്. അവിടെ ഈ പ്രാവശ്യം റിബലില്ലായിരുന്നു ഞങ്ങൾക്ക് ജയിക്കാമായിരുന്നു.